നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. പാർവതി വന്നു കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് വിളക്ക് കൊളുത്തി പൂജ ആരംഭിക്കാം. പാർവതി ഇപ്പൊ എത്തും. വൈകിയാൽ മുഹൂർത്തം തെറ്റും. ഏട്ടാ, പാർവതി ഒന്ന് വിളിച്ചു നോക്ക്. പാർവതി എവിടെ? അവള് വന്നില്ലേ? അല്ല, അപ്പോ അവളിവിടെ എത്തിയില്ലേ? ഞാൻ കരുതിയത് അവള് നിങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടാവുന്ന. അവളെന്താ വരാത്തത്? അവള് അമ്മയോടോ അങ്കിളിനോടൊപ്പം വരാന്നാ പറഞ്ഞത്. അയ്യോ, അല്ല, ഞങ്ങള് കണ്ടില്ല അല്ലേ ചേച്ചി? ആ കണ്ടില്ലല്ലോ. ഷടാ, പാർവതി ഇനി എങ്ങനെ വരും? ഷോ, അവള് വരാതെ എങ്ങനെ വിളക്കൊളുത്തും? അമ്മയങ്കിൾ ഇങ്ങോട്ട് പോകുന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ആ, എടാ, അവക്ക് വരണോന്നുണ്ടായിരുന്നെങ്കിൽ അവള് നേരത്തെ വരത്തില്ലായിരുന്നോ? ഇനിയിപ്പൊ നീ പോയിട്ട് എപ്പോഴാ അവളെ വിളിച്ചോണ്ട് വരുന്നേ? അവള് വരുമ്പോഴേക്ക് മുഹൂർത്തം കഴിയും. മോനെ, നീ തന്നെ വിളക്ക് കൊളുത്ത്. അതല്ലേ നല്ലത്. ഏയ്, അതൊന്നും ശരിയാവില്ല. പാർവതിയുടെ ആഗ്രഹപ്രകാരമാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അമ്മയുടെ ഓർമ്മയ്ക്കായി ഇവിടെ ഒരു ആർച്ച വേണമെന്ന് അവളല്ലേ പറഞ്ഞത്? അവളുടെ താല്പര്യപ്രകാരമല്ലേ നമ്മള് ഇപ്പൊ ഇവിടെ ഭൂമി പൂജ നടത്തുന്നത്. അപ്പോ പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. അവളെ ഒഴിവാക്കിക്കൊണ്ട് പൂജ നടത്തുന്നൊന്നും ശരിയല്ല. ഞാൻ വേഗം പോയി അവളെ വിളിച്ചോണ്ട് വരാം. ഞാൻ ഇപ്പൊ വരാച്ച. ഇപ്പൊ വരാം, പോയിട്ട് വരാം. ചേച്ചി ചേച്ചി, അവൻ പോയാ? ചേച്ചി, ഇവൻ പോയ അവളെ രക്ഷപ്പെടുത്തോ? അവളിപ്പൊ കത്തിക്കരിഞ്ഞ് ചാമ്പലായിട്ടുണ്ടാവും. ഇവൻ രക്ഷപ്പെടുത്താൻ ചെന്നാലേ അവനും ഭസ്മമാവും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.